യാത്രയോട് എപ്പോഴെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. യാത്രകളോട് വല്ലാത്തൊരു പ്രണയം. പുതിയ പുതിയ കാഴ്ചകൾ കാണാനും ആളുകളെ പരിചയപ്പെടാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ യാത്രകൾ പോകാറുണ്ട്. ആ യാത്രകളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോവുകയാണ്. ഐ എം ഡോക്ടർ ലിയാമോൾ ബിജു. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മലേഷ്യയിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത്. എത്രമാത്രം നന്നായി എന്നൊന്നും അറിയില്ല, എങ്കിലും ഞാൻ നിങ്ങളിൽ നിന്ന് കുറച്ച് എൻകറേജ്മെൻ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരാല്ലേ കുറച്ച് എൻകറേജ്മെൻ്റ് ഇഷ്ടപ്പെടാത്തത്? അപ്പോൾ നിങ്ങളെയും കൊണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. ഈ ഒരു യാത്രയിൽ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഒരു രാജ്യം വിസിറ്റ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന KL ടവറിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. ഇവിടെ നിങ്ങൾക്ക് വന്നതിന് ശേഷവും ടിക്കറ്റ് എടുക്കാം. പക്ഷേ ഏറ്റവും സേഫ്റ്റി എന്ന് പറയുന്നത് ഓൺലൈൻ വഴി തന്നെ ടിക്കറ്റ് എടുത്ത് വെക്കുന്നതാണ്. ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ആളുകളെ മാത്രമേ ഇവർ ഒരു ദിവസം മുകളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. ഈ ഒരു ടവറിന് 421 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടെലികമ്മ്യൂണിക്കേഷൻ ടവറിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം മഴയൊക്കെ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല എന്ന്. നമ്മൾ ആ ഒരു കാണുന്നതാണ് പെട്രോണാസ് ട്വിൻ ടവർ. നമ്മൾ രാവിലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ മഴ കാരണം നടന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് വന്നു, KL ടവറിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ മഴ പെയ്തപ്പോൾ നടക്കോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവർ വന്ന് നമ്മളുടെ ആക്ടിവിറ്റീസ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് സ്കൈ ഡെസ്ക് ആണ്. അപ്പം ഈ ഒരു ലൊക്കേഷൻ ഒന്നും കൂടെ നിങ്ങൾ വരുമ്പോൾ ആണെങ്കിൽ ഓർത്ത് വെക്കുക, KL ടവർ മലേഷ്യ. നമുക്ക് നമ്പർ അനുസരിച്ച് മാത്രമാണ് സ്കൈ ബോക്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ സ്കൈ ബോക്സ് 1 വന്നിരിക്കുകയാണ്. ഇതേപോലെ മറ്റൊരു സ്കൈ ബോക്സ് അവിടത്തും ഉണ്ട്. അപ്പം നമ്മൾ അവിടെയും പോകും. എൻ്റെ അമ്മ ഒന്നും പറയണ്ട, എന്തോരം ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല. 431 അടി ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പം നമുക്കിത് എന്താ പറയുക, എനിക്കിത് ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. 432 മീറ്റർ ഹൈറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൈ ബോക്സ് 2 വന്നു. സ്കൈ ബോക്സ് 1 അവിടെ പെട്രോണാസ് ആയിരുന്നു വ്യൂ എങ്കിൽ ഇവിടെ മറ്റൊരു ടവറാണ് വ്യൂ ആയിട്ടുള്ളത്. ഇതും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ആണേ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്കൈ ബോക്സ്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു എന്താ പറയുക, ഗ്രില്ല് പോലെയുള്ളൊരു സംഭവം ഇട്ട് പിന്നെ ഗ്ലാസ്സിലൂടെ നല്ല രീതിയിൽ ഒരു സേഫ്റ്റി മെഷേഴ്സ് തന്നിട്ടുണ്ട്. അതെടുത്ത് പറയാനുണ്ട്. നമുക്ക് മെല്ലെ 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 നടക്കാൻ പറ്റും. പക്ഷെ ഓക്കെ ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. എന്തായാലും ഇത്രയും ഒരു ഹൈറ്റിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത് നമ്മളെപ്പോഴും നടക്കാനൊന്നും പോകുന്നില്ലല്ലോ എപ്പോഴെങ്കിലും അല്ലേ. അത്യാവശ്യം സേഫ്റ്റി മെഷേഴ്സ് എല്ലാം തന്നിട്ടാണ് കേട്ടോ ഇവര് നമ്മൾ നടത്തുന്നത്. പിന്നെ മൈക്കൊന്നും ഞാൻ എടുത്തില്ല, അതൊക്കെ നമ്മൾ സൈഡിലോട്ടൊക്കെ വെച്ച് അത് നടന്നു നോക്കുകയാണ്. അങ്ങനെ ലിയമോർ ധൈര്യപൂർവ്വമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പൊട്ടിയല്ലേ നമ്മളെ നമ്മുടെ സ്കൈ ബ്രിഡ്ജ് ഒക്കെ ഇല്ലേ നാട്ടിലുള്ളത്, അതിന്റെ ഒക്കെ വലിയൊരു സംഭവമാണ്. കാരണം നമ്മൾ ഈ ഒരു ക്യാപ്പ് പലരും ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമുക്കൊരു തലയിൽ വെക്കുമ്പോൾ നമുക്കൊരു സേഫ്റ്റി പ്രോബ്ലം, ഒരു അലർജി പ്രോബ്ലം ഒന്നും ഉണ്ടാവാൻ പാടില്ല. കണ്ടോ,
ഇതുപോലത്തെ ഒരു സാധനം തന്ന് അതിന് വെച്ചതിന് ശേഷമാണ് വെക്കുന്നത്. ഇതും നമ്മുടെയൊക്കെ നാട്ടിലും പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ്, നല്ലൊരു ഹാബിറ്റാണ്. സോ ഇവരാണ് നമ്മൾ ഇതിന് ഗൈഡ് ചെയ്തതും ഹെൽപ്പ് ചെയ്തതും ഒക്കെ. താങ്ക് യു ഫോർ ദാറ്റ്. ഇത് പേടിക്കാനുള്ള കാര്യമല്ല കേട്ടോ, 15 മിനിറ്റ് വളരെ കൂളായിട്ട് പോകാൻ പറ്റും. എന്താ ഈ കാണുന്നതാണ് കേട്ടോ ഒബ്സർവേഷൻ ഡെസ്ക്. അപ്പം നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ വ്യൂ നോക്കുവാണ്. ഭയങ്കര ക്ലോസ് ഷോട്ടിലുള്ള വ്യൂ ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്കും നോക്കി വെക്കാം. ജിതി കണ്ടിട്ട് പറയട്ടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ഞാനിത് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തു. നല്ല രസമുണ്ട്. അങ്ങകലെ കാണുന്ന ഫോറസ്റ്റും കാര്യങ്ങളും എല്ലാ ബിൽഡിങ്ങുകളൊക്കെ എൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെയുള്ളൊരു ഫീലിംഗാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനനുസരിച്ച്. പക്ഷേ ഇത് ഞാൻ എങ്ങനെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു സ്പോട്ടാണ്. നന്നായി വന്ന് നോക്കുക. കാരണം ആ വലിയ ബിൽഡിങ്ങൊക്കെ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പം നല്ല രസമുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വണ്ടി ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്നല്ലുണ്ട്. വണ്ടി അടുത്താണ്. അത് ഏത് റോഡാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നീ കിട്ടില്ല. ഈ കാഴ്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളെ മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. താങ്ക് യു. ഫ്ലൈറ്റ് നല്ല ഒന്നൊന്നര പണി തന്നതുകൊണ്ട് കാണാൻ പറ്റാതെ പോയതാണ്. ഈ കാണുന്ന പെട്രോണാസ്. ടിക്കറ്റൊക്കെ എടുത്തിരുന്നു. ഇവർക്കൊരു ടൈം സ്ലോട്ട് ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഇവർ കാണാൻ സമ്മതിക്കില്ല. നമ്മുടെ ടൈം സ്ലോട്ട് കഴിഞ്ഞ് പോയത് കൊണ്ട് തന്നെ നമുക്ക് ഇത് കാണാനും പറ്റിയില്ല.